ഓം നമോ ഭഗവതേ വാസുദേവായ. ദശകം ഏഴ് ശ്ലോക 2. സഹ അയം വിശ്വവിസർഗദത്ത ഹൃദയഃ സംപശ്യമാനഃ സ്വയം ബോധം ഖലു അനവാപ്യ വിശ്വവിഷയം ചിന്താകുലഃ തസ്ഥിവാൻ താവത്വം ജഗതാം പദേ തപ തപ ഇതി ഏവം ഹി വൈഹായസീം വാണീമേനം അശിശ്രവ ശ്രുതിസുഖാം കുർവൻ തപ പ്രേരണാം. സഹ, ഇപ്പോൾ ബ്രഹ്മാവിന്റെ കാര്യമാണ് നമ്മൾ ആദ്യത്തെ ശ്ലോകത്തിൽ കണ്ടത്. അതായത് ഇവിടെ ബ്രഹ്മാവ് ഹിരണ്യഗർഭൻ എന്ന നാമത്തിലാണ് സൃഷ്ടികർമ്മം നടത്തുന്നതിന് വേണ്ടി, അങ്ങനെ നിയോഗത്തിന് വേണ്ടി കാത്തിരിക്കുന്നത്. ആ ബ്രഹ്മാവ് അയം, ആ അവസരത്തിൽ വിശ്വ, പ്രപഞ്ചം, വിസർഗ, സൃഷ്ടികർമ്മങ്ങൾ, ദത്ത, ഉത്സാഹത്തോടു കൂടി, ഹൃദയ, പൂർണ്ണ മനസ്സോടുകൂടി, സംപശ്യമാനക, വിശ്വവിഷയത്തെ, സ്വയം, തന്നെത്താൻ, ബോധം, ധ്യാനം, ഖലു, ചെയ്യുന്നവൻ, അനവാപ്യ, ആശയം ലഭിക്കാതെ, വിശ്വവിഷയം, ലോകകാര്യം, ചിന്താകുലക, ചിന്ത പൂണ്ട്, തസ്തിവാൻ, ദുഃഖിച്ചിരുന്ന്, താവത്, ഭഗവാൻ തന്നെ, ത്വം, സ്വയം, ജഗതാം, ലോക, പതേ, പതിയായിട്ടുള്ള ആൾ, തപ, തപസ് ചെയ്യുന്നത്, തപ, തപസ് ചെയ്യുന്ന കാര്യം, ഇതി, ഇങ്ങനെ, ഏവം, ഈ വിധം, ഹി, ബ്രഹ്മാവ്, വൈഹായസീം, അശരീരി വാക്ക്, വാണീം, ആ ആകാശത്തിൽ നിന്നും കേട്ട വാക്കുകൾ, ഏനം, എന്നിവ, അശിശ്രവ, കേൾപ്പിച്ചു, ശ്രുതി, കാതുകൾക്ക്, സുഖാം, ഇമ്പം ഉണ്ടാക്കുന്ന വിധം, കുർവൻ, കൊണ്ട്, തപ, തപസ്, പ്രേരണ, പ്രേരിപ്പിച്ചു. ഇപ്പോൾ ഈ ശ്ലോകത്തിൽ എങ്ങനെയാണ് ബ്രഹ്മാവ് താൻ ഹിരണ്യഗർഭനായി വന്നതിന് ശേഷം ആ സൃഷ്ടികർമ്മങ്ങളിൽ ഏർപ്പെടുന്നു എന്നാണ് പറയുന്നത്. ബ്രഹ്മാവ് ഈ പ്രപഞ്ച സൃഷ്ടി ചെയ്യുവാനായിട്ട് വളരെ ഉത്സാഹത്തോടു കൂടി, പൂർണ്ണ മനസ്സിന്റെ ആ ഒരു വികാരത്തിൽ ഈ വിശ്വവിഷയത്തെയെല്ലാം തന്നെത്താൻ തന്നെ ധ്യാനം ചെയ്തു. ആ സമയത്ത് ഭഗവാനിൽ നിന്നും ഒരു ആശയവും കിട്ടാതെ വന്നപ്പോൾ ഈ ലോകകാര്യത്തെ കുറിച്ച് ആലോചിച്ച് ചിന്ത പൂണ്ട് ദുഃഖിച്ചിരുന്നു. അപ്പോൾ ഭഗവാൻ തന്നെ സ്വയം, ലോകപതിയായിട്ടുള്ള ആ ഭഗവാൻ ബ്രഹ്മാവിനെ തപസ്സു ചെയ്യുവാൻ വേണ്ടി തപ തപ എന്ന് ഈ വിധം അശരീരി വാക്കുകൾ മൂലം കേൾപ്പിച്ചു കൊടുത്തു. കാതുകൾക്ക് ഇമ്പമുണ്ടാകുന്ന ആ അശരീരി വാക്ക് ബ്രഹ്മാവ് കേൾക്കുകയും അങ്ങനെ തന്നെ തപസ്സിന് പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു എന്ന കാര്യം മനസ്സിലാക്കി ബ്രഹ്മാവ്. സോയം വിശ്വ വിസർഗദത്ത ഹൃദയ സംപശ്യമാന സ്വയം ബോധം കൽവനവാപ്യ വിശ്വവിഷയം ചിന്താകുലസ്തസ്തിവാൻ താവത്വം ജഗതാം പതേ തപ തപേത്യേവം ഹി വൈഹായസീം വാണീമേനമശിശ്രവ ശ്രുതിസുഖാം കുർവം തപ പ്രേരണാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.